നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമ്പളയിലെ ടോൾ പ്ലാസ സമരം നിലപാട് വ്യക്തമാക്കി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കേബിൾ TV ഓപ്പറേറ്റർമാരുമായി നടത്തിയ സൗഹൃദ സംഭാഷണത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ പ്രതികരണം. ദേശീയപാതയിൽ കാഞ്ഞങ്ങാട് സൗത്തിൽ അശാസ്ത്രീയമായ ഓവുചാൽ നിർമ്മാണം പ്രതിഷേധവുമായി പ്രദേശവാസികൾ. സ്ഥലത്ത് ഉയരം കൂടിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അടിപ്പാതയിൽ ഉരസുന്നതും ആശങ്ക ഉയർത്തുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഫുട്ബോൾ മത്സരം COA ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ VV ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ CCN ഉദുമ 1ാം സ്ഥാനവും COA കാഞ്ഞങ്ങാട് മേഖല 2ാം സ്ഥാനവും നേടി. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് കേരള മഹിളാ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. NREG AITUC ജില്ലാ സെക്രട്ടറി V രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയോടുള്ള റെയിൽവേ അവഗണന എന്ന ആരോപണം. DYFI റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ് ലോഡ് ജനറൽ മസ്ദൂർ സംഘ് ജില്ലാ കമ്മിറ്റി ചുമട്ടുതൊഴിലാളി ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയമുറ്റത്ത് മധുര വിപ്ലവം കുടുംബശ്രീ സ്കൂൾ ബാലസഭയ്ക്ക് ബേത്തൂർപ്പാറയിൽ ഉജ്ജ്വല തുടക്കം. വാർത്തകൾ വിശദമായി. കുമ്പളയിലെ ടോൾ പ്ലാസ സമരം നിലപാട് വ്യക്തമാക്കി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കേബിൾ TV ഓപ്പറേറ്റർമാരുമായി നടത്തിയ സൗഹൃദ സംഭാഷണത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ പ്രതികരണം. ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഈ ഒരു ടോൾ ഗേറ്റ് സ്ഥാപിക്കാം. പക്ഷെ അത് പെർമനന്റ് ആയി പറ്റില്ല. അതുകൊണ്ട് ഈ ടോൾ ഗേറ്റിൻ്റെ പണി ചെയ്യണമെങ്കിൽ അവർക്ക് പണം കൊടുക്കണം. ഇപ്പോൾ പണത്തിൻ്റെ ദാരിദ്ര്യം കൊണ്ട് നാഷണൽ ഹൈവേ ബുദ്ധിമുട്ടുകയാണ്. അത് ഒരു വർഷം ഒരു ടെമ്പററി ടോൾ അവിടെ സ്ഥാപിക്കാൻ സമ്മതിച്ചാൽ ആ പ്രദേശത്തെ ആളുകൾക്ക് നമ്മളുമായി ഡിസ്കസ് ചെയ്തിട്ട് ചില ആനുകൂല്യം കൊടുക്കാം. തൽക്കാലം ഒറ്റ വർഷം കഴിയുമ്പോൾ റിട്ടേൺ അഗ്രിമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. ടോൾ ഗേറ്റ് ചാലിക്കാലോട്ട് മാറ്റുമെന്നാണ്. അപ്പോൾ അത് എല്ലാവരും ഇങ്ങനെ പരക്കെ സംഭവിച്ചു. അങ്ങനെ ടോൾ ഗേറ്റ് പണി തുടങ്ങി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർ ടെസ്റ്റിങ് നടത്തിക്കൊണ്ടിരിക്കുക. വണ്ടി പോകുമ്പോൾ ജോലിക്കാരെ എല്ലാം വെച്ചു. അതിനിടയ്ക്ക് അവിടെ ഉദ്ഘാടനം വയ്ക്കുമ്പോൾ ഞങ്ങളുടെ 4 MLA-മാരും ഇവിടുത്തെ ചന്ദ്രശേഖരനും കുഞ്ഞമ്പൂ ഞങ്ങളെല്ലാവരും രാഷ്ട്രീയത്തിനധികമായി പോയി. ഉദ്ഘാടനം ഞാനാണ് ചെയ്തത്. ഞാനൊരു പുസ്തകം നടത്തി. ഈ ടോൾ ഗേറ്റ് അവസാനം വരെ ഇനിയിപ്പോൾ വെടിവെപ്പ് നടന്നാൽ എൻ്റെ നെഞ്ചത്ത് വെടികൊള്ളും, പുറകിൽ ഞാൻ വെടികൊള്ളില്ല. അതുകൊണ്ട് ഞാൻ അവസാനം വരെ അതിനകത്തുണ്ടാവും എന്ന് പറഞ്ഞു. ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അവിടെ സംഭവം നടന്നു വെച്ചാൽ ഇവർ കോടതിയിൽ പോയി നീതി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കോടതിയിൽ പോകരുത്. കോടതിയിൽ നിന്നൊരു എതിർ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ടോൾ ഗേറ്റ് സമരമായി നമുക്ക് മുമ്പോട്ട് പോകാം. കോടതിയൊന്നും ആരും പോകണ്ട. നമുക്ക് സമരം ചെയ്യാൻ നമ്മുടെ ശവത്തിൽ കൂടെ ചവിട്ടിയിട്ടേ വണ്ടി പോകത്തുള്ളൂ, ടോള് പിരിക്കത്തുള്ളൂ. അപ്പോൾ അതിനൊരു വിദ്വാൻ, അയാളുടെ പേര് അഷ്റഫ് കർല, അയാൾ ആരും അറിയാതെ കോടതിയിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു. ഈ 60 കിലോമീറ്റർ വെച്ചാണ് കൊടുത്തത്. 60 കിലോമീറ്ററിനിടയ്ക്ക് 19 കിലോമീറ്റർ ഉള്ളപ്പോൾ ടോൾ ഗേറ്റ് സ്ഥാപിച്ചു. ടോൾ പിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അവർ കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഈ ടോൾ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം അംഗീകാരം ഞങ്ങൾക്കുണ്ട്, രേഖാമൂലമുണ്ട്. നമ്പർ 1. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ റൂള് 8 അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചാൽ ടോൾ പിരിക്കാം 60 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞു. ആ കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ അവരവിടെ കാണിച്ചതിന് ശേഷം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പെറ്റീഷൻ, കർലയുടെ പെറ്റീഷൻ തള്ളിക്കളഞ്ഞു. ഇതിനകത്ത് ഒരു ഇല്ലീഗാലിറ്റിയും ഇല്ല എന്ന് വിധി എൻ്റെ കയ്യിൽ ഇപ്പോൾ കാരണത്തെ താഴെ ഇരിപ്പുണ്ട്.
ദേശീയപാതയിൽ കാഞ്ഞങ്ങാട് സൗത്തിൽ അശാസ്ത്രീയമായ ഓവുചാൽ നിർമ്മാണം പ്രതിഷേധവുമായി പ്രദേശവാസികൾ. സ്ഥലത്ത് ഉയരം കൂടിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ അടിപ്പാതയിൽ ഉരസുന്നതും ആശങ്ക ഉയർത്തുന്നു. ദേശീയപാതയിൽ കാഞ്ഞങ്ങാട് സൗത്തിലാണ് വ്യാപക പരാതി. അശാസ്ത്രീയമായ രീതിയിലുള്ള ഓവുചാൽ നിർമ്മാണം പ്രദേശത്ത് നൂറുകണക്കിന് കുടുംബങ്ങളെയാണ് ആശങ്കയിലാക്കിയിരിക്കുന്നത്. കൂടാതെ ഇതുവഴി നടപ്പാതയില്ലാത്തതും വലിയ പ്രതിഷേധത്തിലാണ് ഇടയാക്കിയിരിക്കുന്നത്. ഈ കാഞ്ഞങ്ങാട് സൗത്തിലെ നാഷണൽ ഹൈവേൻ്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപിച്ച ഡ്രൈനേജ്, ഈ ഡ്രൈനേജിൽ കൂടി വെള്ളം പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അശാസ്ത്രീയമായ നിലയിലേക്കാണ് ഈ ഡ്രൈനേജ് അവർ സ്ഥാപിച്ചിട്ടുള്ളത്. കാരണം ഈ മാവുങ്കാൽ മുതൽ പടന്നക്കാട് വരെയുള്ള 3-4 കിലോമീറ്റർ പ്രദേശത്തെ വെള്ളമെല്ലാം ഈ കാഞ്ഞങ്ങാട് സൗത്തിൽ കേന്ദ്രീകരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഈ ഡ്രൈനേജിൻ്റെ പ്രവർത്തനം. ഇതുണ്ടാക്കാനുള്ള കാരണം ഞങ്ങളുടെ ആശങ്ക, നിലവിൽ നാഷണൽ ഹൈവേ ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഇവിടെ ഒരു മേൽപ്പാലം കടന്നു പോകുന്നുണ്ട്. ഈ മേൽപ്പാലം ഇപ്പോൾ സമീപകാലത്തായി വാഹനങ്ങൾ പോകുമ്പോൾ മേൽപ്പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് വാഹനങ്ങൾ മുഖഭാഗം വരസുന്നതായി നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. വലിയ ശബ്ദമാണ് ഈ വരസലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. അതുപോലെ ഞങ്ങളുടെ ആശങ്ക, ഈ പാലം താഴ്ന്നു പോകുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ആ ആശങ്ക അടിയന്തരമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് അത് പരിഹരിച്ച് ആ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, ഈ ഡ്രൈനേജിൽ കൂടി പോകുന്ന വെള്ളക്കെട്ട്, ആ വെള്ളക്കെട്ടിന് ശാശ്വതമായൊരു പരിഹാരം അടിയന്തരമായി ഉണ്ടാക്കി. കാരണം മഴക്കാലമായാൽ ഈ പ്രദേശത്താകെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. അത് വലിയ ആശങ്ക. ഈ കുടിവെള്ളമായാലും കുട്ടികൾ ഉൾപ്പെടെയുള്ള പോകുന്ന റോഡുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളായാലും വലിയ ആശങ്ക നിലവിലുണ്ട്. അത് രണ്ടും അടിയന്തരമായും ഇതിൻ്റെ ഭാഗമായി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇതിലേക്ക് പോകണം. ദേശീയപാതയിൽ സൗത്തിൽ അടിപ്പാലത്തിന് താഴ്ഭാഗം ചരക്ക് വാഹനങ്ങളും ടൂറിസ്റ്റ് ബസ്സുകളും ഉരസുന്നതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഫുട്ബോൾ മത്സരം COA ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ VV ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ CCN ഉദുമ 1ാം സ്ഥാനവും COA കാഞ്ഞങ്ങാട് മേഖല 2ാം സ്ഥാനവും നേടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഫുട്ബോൾ മത്സരം COA ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ VV ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ ട്രഷറർ, ഈ സമ്മേളനത്തിന്റെ സംഘാടക സമിതി ചെയർമാനുമായ വിനോദ്, ഇവിടെ സ്വാഗതം ആശംസിച്ച കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പ്രകാശൻ, നമ്മുടെ അസോസിയേഷന്റെ കാഞ്ഞങ്ങാട് ജില്ലാ പ്രസിഡന്റ് ചന്ദ്രേട്ടൻ, അതേപോലെ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധേഷ്, സംഘാടക സമിതി വൈസ് ചെയർമാൻ വിനോദ് P അധ്യക്ഷത വഹിച്ചു. കൺവീനർ പ്രകാശ് സ്വാഗതം പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് ചന്ദ്രൻ A ആശംസയർപ്പിച്ച് സംസാരിച്ചു. COA മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനാരായണൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. മത്സരത്തിൽ CCN ഉദുമ 1ാം സ്ഥാനവും COA കാഞ്ഞങ്ങാട് മേഖല 2ാം സ്ഥാനവും നേടി. വിജയികൾക്കുള്ള ട്രോഫികൾ 26-ന് നടക്കുന്ന മേഖലാ സമ്മേളന വേദിയിൽ വെച്ച് നൽകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് കേരള മഹിളാ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. NREG AITUC ജില്ലാ സെക്രട്ടറി V രാജൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന നടപടികളാണ് BJP സർക്കാരിൻ്റെതെന്നാരോപിച്ച് കേരള മഹിളാ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. NREG AITUC ജില്ലാ സെക്രട്ടറി V രാജൻ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട ആദിവാസി വിഭാഗത്തിലുൾപ്പെടെ പെടുന്ന പാവപ്പെട്ട ആളുകൾ കൂടുതലായി അധിവസിക്കുന്നത് കൊണ്ടാണ് ആ ജില്ലകൾക്ക് മുൻഗണന നൽകിയത്. അതിനെ തുടർന്നാണ് പിന്നീട് 2007-ലും 2008-ലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും AITUCയും ഇടതുപക്ഷവും വളരെ ശക്തമായി രാജ്യവ്യാപകമായി ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന് UPA ഗവൺമെന്റിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷമാണ് 2008 മുതൽ 6, 7, 8 വർഷങ്ങളിലായി ഈ പദ്ധതി രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ അന്നത്തെ കേന്ദ്ര ഭരണാധികാരികൾ തയ്യാറായത്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ രാജ്യത്ത് വന്ന് 20 വർഷം കഴിഞ്ഞു. 2005-ലാണ് പാർലമെന്റ് ഈ നിയമം പാസാക്കിയത്. ജില്ലാ പ്രസിഡന്റ് രേണുക ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ES ബിജുമോൾ, P മിനി, E പുഷ്പകുമാരി, മേരി ജോർജ്, ലിജു അബൂബക്കർ എന്നിവർ സംസാരിച്ചു.
പി ഭാർഗവി സ്വാഗതം പറഞ്ഞു. മാർച്ചിന് സി ജാനു, മായ കരുണാകരൻ, ടി കെ ദീപ, കെ പി രജിത, വി പ്രമീല, കെ പി ശ്രീലത, കെ ബിന്ദു, പി പി സുനിത, സാവിത്രി കണ്ണൂത്ത്, എം വി ഭവാനി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിദ്യാലയമുറ്റത്ത് മധുര വിപ്ലവം. കുടുംബശ്രീ സ്കൂൾ ബാലസഭയ്ക്ക് ബേത്തൂർ പാറയിൽ ഉജ്ജ്വല തുടക്കം. ഇനി പാഠപുസ്തകത്തിലെ അറിവ് മാത്രമല്ല, പാഠത്തെ ചേറും തേനീച്ചയുടെ മധുരവും കുട്ടികൾക്ക് പാഠ്യപദ്ധതിയാകും. കുടുംബശ്രീ ജില്ലാ മിഷൻ ആവിഷ്കരിച്ച വിപ്ലവകരമായ സ്കൂൾ ബാലസഭാ പദ്ധതിക്ക് കുറ്റിക്കോൽ പഞ്ചായത്തിലെ ബേത്തൂർ പാറ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കുടുംബശ്രീയുടെ ചരിത്രത്തിലാദ്യമായാണ് വാർഡ് തലങ്ങളിൽ ഒതുങ്ങിയിരുന്ന ബാലസഭാ പ്രവർത്തനങ്ങൾ സ്കൂൾ ക്യാമ്പസുകളിലേക്ക് വേര് പടർത്തുന്നത്. പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യഘട്ട പ്രവർത്തനം തികച്ചും മധുരതരമായിരുന്നു. വിദ്യാലയത്തിലെ തെരഞ്ഞെടുത്ത കുട്ടികൾക്കായി 50 ചെറു തേനീച്ച പെട്ടികൾ വിതരണം ചെയ്തുകൊണ്ട് കാർഷിക വിപ്ലവത്തിനാണ് സ്കൂൾ മാനേജ്മെന്റും കുടുംബശ്രീയും വിത്ത് പാകിയത്. പ്രകൃതിയെ അറിഞ്ഞ് വളരുവാനും പഠനത്തോടൊപ്പം കുട്ടി സംരംഭകരായി മാറുവാനും ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. NSS SPC മാതൃകയിൽ സ്കൂൾ തലത്തിൽ രൂപീകരിക്കുന്ന കുട്ടികളുടെ കൂട്ടായ്മയാണിത്. കേവലം ഒരു ക്ലബ്ബ് എന്നതിലുപരി കുട്ടികളുടെ സാമൂഹിക വളർച്ചയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ബാലസഭയ്ക്ക് സ്വന്തമായി ആകർഷകമായ യൂണിഫോമും ബാലസഭാ ഗീതവും ഉണ്ടാകും. വിദ്യാലയത്തിന് മാറ്റുകൂട്ടുവാൻ സ്കൂളിൻ്റെതായ പ്രത്യേക ബാൻഡ് ടീമും പദ്ധതിയുടെ ഭാഗമായി നിലവിൽ വരും. ശാരീരിക മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന വിദഗ്ധ ക്ലാസുകൾ നൽകും. കുട്ടികളെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റുക എന്നതാണ് സ്കൂൾ ബാലസഭയുടെ ലക്ഷ്യം. കുട്ടി സംരംഭകർ വഴി സ്വയം വരുമാനം കണ്ടെത്തുവാൻ പരിശീലനം നേടുകയും കൃഷിയും മൃഗസംരക്ഷണവും ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുവാനും നേതൃത്വം നൽകുവാനുമുള്ള കഴിവ് വളർത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജില്ലയിലെ മറ്റ് സ്കൂളുകളിലേക്കും ഉടൻ വ്യാപിപ്പിക്കുവാനിരിക്കുന്ന ഈ പദ്ധതിയുടെ ആദ്യ മാതൃകയായി ബേത്തൂർ പാറ മാറിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നഗരത്തെ വെളിച്ചത്തിന്റെ നഗരമാക്കുന്നതിനൊപ്പം രാത്രി 12 മണിവരെ കച്ചവട സ്ഥാപനങ്ങൾ തുറന്നുവെച്ച് മറ്റു വൻ നഗരങ്ങളെ പോലെ നൈറ്റ് ഷോപ്പിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് നഗരസഭാ ചെയർമാൻ വി രമേശൻ. കാഞ്ഞങ്ങാട് നഗരസഭയിലെ മുഴുവൻ ഭരണസമിതി അംഗങ്ങൾക്കും കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ സ്വീകരണത്തിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ചെയർമാൻ. നഗരത്തെ വെളിച്ചത്തിന്റെ നഗരമാക്കുന്നതിനൊപ്പം രാത്രി 12 മണിവരെ കച്ചവട സ്ഥാപനങ്ങൾ തുറന്നുവെച്ച് മറ്റു വൻ നഗരങ്ങളെ പോലെ നൈറ്റ് ഷോപ്പിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് നഗരസഭാ ചെയർമാൻ വി രമേശൻ പറഞ്ഞു. നഗരത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ച് സർവ്വതല സ്പർശിയായ വികസനത്തിനാണ് നഗര ഭരണസമിതി ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാർക്കും കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ നൽകിയ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ചെയർമാൻ വി രമേശൻ പറഞ്ഞു. എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മർച്ചന്റ്സ് അസോസിയേഷൻ്റെ ഈ സ്വീകരണ പരിപാടി ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ 2 പ്രാവശ്യവും എനിക്കതിൽ പങ്കെടുക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. ഇക്കുറിയും ഇങ്ങനെ ഒരു സ്വീകരണം ഏർപ്പെടുത്തിയതിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നിൽ നിന്ന് നിങ്ങൾ പ്രസംഗമല്ല പ്രതീക്ഷിക്കുന്നത് എന്ന് എനിക്കറിയാം. എന്നിൽ നിന്ന് കാഞ്ഞങ്ങാട് പ്രതീക്ഷിക്കുന്നത് പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ചെയ്യുക ഇനിയുള്ള നാളുകളിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാടിന്റെ പുരോഗതിക്കും പൊതുസമൂഹത്തിന്റെ ഉന്നതിക്കുമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഭരണത്തെയാണ് നഗരസഭ വിഭാവനം ചെയ്യുന്നതെന്നും ഇതിനായി വ്യാപാരി സമൂഹത്തിന്റെയും സന്നദ്ധ സംഘടനകളുടെയും ഉൾപ്പെടെ മുഴുവൻ ജനവിഭാഗത്തിന്റെയും സഹകരണം ഉണ്ടാവണമെന്ന് ചെയർമാൻ പറഞ്ഞു. KMA പ്രസിഡന്റ് CK ആസിഫ് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പാലിറ്റിയുടെ വിവിധ മേഖലകളുടെ വികസനം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയ സ്വപ്നങ്ങൾ കണ്ട ഒരാളാണ് അദ്ദേഹം. മുൻ വർഷങ്ങളിൽ, അതായത് 5 വർഷം മുമ്പിൽ അദ്ദേഹം ചെയർമാനായപ്പോൾ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം സ്വപ്നം കണ്ടിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ചെയർമാനായി വരികയാണെങ്കിൽ കാഞ്ഞങ്ങാട് ടൗണിലെ വികസനപരമായ കാര്യങ്ങളിൽ വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഞാൻ എന്നും മുൻനിരയിൽ ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകിയ ഒരാളാണ് ജയിച്ചു വന്നത് എന്നതിൽ വളരെയധികം സന്തോഷമാണ്. അടുത്തിടെ മരണപ്പെട്ട രാംനാഥ് ഷേനായി, ഉമേഷ് റാവു എന്നിവരുടെ കുടുംബങ്ങൾക്കുള്ള വ്യാപാരി സുരക്ഷാ പദ്ധതി ധനസഹായം ചടങ്ങിൽ വിതരണം ചെയ്തു. നഗരസഭാ ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളെയും KMA ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഷോളണിയിച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു.
KMA ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, സ്ഥിരം സമിതി ചെയർമാൻമാരായ MP ജാഫർ, M വിജയൻ, ഫൗസിയ ഷെരീഫ്, M സുമതി, M പ്രശാന്ത്, KMA വൈസ് പ്രസിഡന്റ് P മഹേഷ്, ട്രഷറർ ആസിഫ് മെട്രോ തുടങ്ങിയവർ സംസാരിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട KMA അംഗം ഖാലിദ് അറബികടത്തിനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ആ വിദ്യാലയത്തിന് അടിസ്ഥാനപരമായി ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നത് കഴിഞ്ഞ കാലത്ത് ഗവൺമെന്റിന്റെ നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അതുപോലെ നഗരസഭയും അവരാലാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തി നമ്മുടെ ഈ വിദ്യാലയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നമുക്കിവിടെ അത്യാവശ്യം വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും എല്ലാവർക്കും അറിയാം, കാലം മുന്നോട്ട് പോവുകയാണ്. മാറിയ കാലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇനി ഉണ്ടാക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട് എന്നത് നമ്മൾ ഓർത്തുകൊണ്ട് തുടർന്ന് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാമെന്നാണ് പറയാനുള്ളത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷത വഹിച്ചു. ഫൗസിയ ഷെരീഫ്, N ഉണ്ണികൃഷ്ണൻ, K ഗീത, DO രോഹിൻ രാജ്, AO K സുരേന്ദ്രൻ, PS അരുൺ, C ശാരദ, KP രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ MA അബ്ദുൾ ബഷീർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരെയും വിജയിച്ചവരെയും കേരള മഹിളാ സംഘം ജില്ലാ പ്രവർത്തക കൺവെൻഷനിൽ ആദരിച്ചു. കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജുമോൾ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരെയും വിജയിച്ചവരെയും കേരള മഹിളാ സംഘം ജില്ലാ പ്രവർത്തക കൺവെൻഷനിൽ ആദരിച്ചു. കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജുമോൾ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ വീടും 3 റൗണ്ട് 4 റൗണ്ട് 5 റൗണ്ട് കയറിയ ആളുകൾ ഉണ്ട്. അതൊരു കണ്ടിന്യൂസ് വർക്കാണ്, റെസ്റ്റ് ഇല്ലാതെ ആളുകളുടെ ഇടയിലേക്ക് പോകുന്നത് കണ്ടിന്യൂസ് വർക്കാണ്. ഭരണ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജയപരാജയം മാത്രമല്ല, രാഷ്ട്രീയ പ്രചാരണം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ, ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇലക്ഷൻ ക്യാമ്പയിനാണ്. ഇലക്ഷൻ എന്താ ക്യാമ്പയിൻ ചെയ്യുന്നത്? ഇലക്ഷൻ നമ്മുടെ രാഷ്ട്രീയമാണ് ക്യാമ്പയിൻ ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമമാണ്. അതിനകത്ത് ജയം ഉണ്ടാകാൻ പരാജയം ഉണ്ടാകാൻ അതൊരു ആപേക്ഷികം മാത്രമാണ്. ജയത്തിന്റെ പരാജയത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഒരു സഖാവ് ഒരു പാർട്ടി മെമ്പർ പോലും ഇല്ല. CPI എന്ന് പറയാൻ ഒരു പാർട്ടി മെമ്പറും ഇല്ല. ആരുടെ ആ വാർഡിൽ ഉള്ളത്, ഒരു മുനിസിപ്പൽ വാർഡിലുള്ളത് പെരുമ്പാവൂരാണ്. ഒറ്റ ഒരു CPM മെമ്പർ മാത്രം. അവിടെ ബഹുഭൂരിപക്ഷവും പ്രത്യേക വാർഡിൽപ്പെട്ട ആളുകളാണ് താമസിക്കുന്നത്. സാധാരണ ആളുകൾ ആ വീട്ടിലൊന്നും ഊട്ടി വയ്ക്കാൻ കയറ്റിയ അവിടെ നമ്മുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് JR അരുൺകുമാറാണ് മത്സരിച്ചത്. JR അരുൺകുമാറിന്റെ കൂടെ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സഖാവിന് ആ വീട്ടിലേക്ക് കയറാൻ അനുവാദമില്ല. ആകെ സ്ഥാനാർത്ഥിയെ മാത്രം വീട് തുറന്നാണെന്ന് അകത്തേക്ക് കയറ്റിയിട്ട് ബാക്കിയാണ് എന്റെ കൂടെ വന്നാണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ട് കയറിയാ പോകും എന്ന് പറയുന്ന തരം ആളുകളുള്ള നാട് ഇപ്പോഴും കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ജില്ലാ പ്രസിഡന്റ് രേണുക ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി CP ബാബു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KS കുര്യാക്കോസ്, V രാജൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, V വിജയകുമാർ, P മിനി, E പുഷ്പകുമാരി, മേരി ജോർജ്, ലിജു അബൂബക്കർ, N ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി P ഭാർഗവി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സെഞ്ചുറി വെഡിംഗ് സെന്റർ സോഫ്റ്റ് ലോഞ്ച് ചെയ്തു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. 2023 മാർച്ചിലാണ് മാനന്തവാടിയിൽ സെഞ്ചുറി വെഡിംഗ് സെന്ററിന്റെ മെഗാ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. 1,00,000 സ്ക്വയർ ഫീറ്റിൽ വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഫാഷൻ ഷോറൂമായ സെഞ്ചുറി വെഡിംഗ് സെന്റർ ജനുവരി 29 കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി നടന്ന സോഫ്റ്റ് ലോഞ്ച് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നിർവഹിച്ചു.
ഓരോ സംരംഭങ്ങൾ ഇവിടെ വരുമ്പോഴും എൻ്റെ മനസ്സ് രോമാഞ്ച കഞ്ചുകം അണിയുകയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക്, പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട്ടേക്ക് പുതിയ പുതിയ ടെക്സ്റ്റൈലുകൾ വരുമ്പോൾ ആ രംഗത്തൊരു മത്സരം തന്നെ നടക്കും. ആ മത്സരത്തിലൂടെ കൂടുതൽ കൂടുതൽ അത്യന്താധുനികമായ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനും തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങൾക്ക് വിലക്കുറവ് ലഭിക്കാനും ഒക്കെ അതുകൊണ്ട് സഹായമാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഒരു സ്ഥാപനത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്നത് അതിൽ ജീവനക്കാരാണ്. ജീവനക്കാർ വരുന്ന കസ്റ്റമേഴ്സിനുള്ള പെരുമാറ്റം, മുതലാളിമാരെ എപ്പോഴും കസ്റ്റമേഴ്സിൽ കാണാനാവില്ല. അവർ ബിഹൈൻഡ് ദ കർട്ടനാണ്, കർട്ടൻ്റെ പിറകിലാണ്. അപ്പോൾ സ്വാഭാവികമായി മുതലാളിമാർ നിയമിക്കുന്ന സ്റ്റാഫുകൾ, ആ സ്റ്റാഫുകൾ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി, അതാണ് ഒരു സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പും ആ സ്ഥാപനത്തിൻ്റെ വിജയവും. മാത്രമല്ല ക്രെഡിബിലിറ്റി, വിശ്വാസ്യത. ആ വിശ്വാസ്യത കഴിഞ്ഞ കുറേ നാളുകളായി കാത്തു സൂക്ഷിക്കുന്നുവെന്ന ഇതിൻ്റെ ഉടമസ്ഥർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വെഡിംഗ് ക്യാമ്പയിൻ ലോഞ്ച് നഗരസഭാ ചെയർമാൻ വി രമേശൻ നിർവഹിച്ചു. അനുദിനം വളരുന്ന കാഞ്ഞങ്ങാടിനെ ഒരു പൊൻതൂവലായി അരനൂറ്റാണ്ടിലേറെ കാലമായി ടെക്സ്റ്റൈൽ രംഗത്ത് തമ്പുരാനായി വാഴുന്ന സെഞ്ചുറിയുടെ കാഞ്ഞങ്ങാടേക്കുള്ള വരവാണ്. കാഞ്ഞങ്ങാടിനെ സമയത്തോളം കാഞ്ഞങ്ങാട്ടുകാർക്കുള്ള ആഗ്രഹം, കാഞ്ഞങ്ങാട്ടുകാർ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ നേടി മംഗലാപുരത്തും കണ്ണൂരും കോഴിക്കോടും എറണാകുളവും പോകുന്നതിന് പകരം ആ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം കാഞ്ഞങ്ങാട് എത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഉപഭോക്താക്കൾക്കുള്ള പ്രിവിലേജ് കാർഡ് ലോഞ്ച് കാഞ്ഞങ്ങാട് RDOയും സബ് ഡിവിഷൻ മജിസ്ട്രേറ്റുമായ CK ബാലഗോപാലൻ നിർവഹിച്ചു. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആസിഫ് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം, നഗരസഭാ ചെയർമാൻ മുഹമ്മദ് റാഫി, കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി, അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മൂലക്കണ്ടം, വാർഡ് കൗൺസിലർ സേതു, മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ C കുഞ്ഞാമത് പാലക്കി, മൻസൂർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി, ഹമീദ് ഹാജി എന്നിവർ സംസാരിച്ചു. 4 പതിറ്റാണ്ടിലേറെ ഫാഷൻ രംഗത്തെ അനുഭവ സമ്പത്തും പാരമ്പര്യത്തിന്റെ വിശ്വാസ്യതയുമാണ് വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം കാഞ്ഞങ്ങാട് ആരംഭിക്കുന്നതിന് സെഞ്ചുറിയെ നയിച്ച പ്രേരകശക്തി. എല്ലാവിധ ബ്രൈഡൽ ഫാഷനുകൾ, വെഡിംഗ് സാരികൾ, ലഹങ്കകൾ എന്നിവയുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുകൾ, മെൻസ് വെഡിംഗ്, കാഷ്വൽ, പാർട്ടി വെയർ, സ്പെഷ്യൽ കിഡ്സ് വെയർ, ഡെയിലി വെയർ, ഫാൻസി, ഫുഡ് വെയർ എന്നിവയുടെ പ്രത്യേക സെക്ഷന്റെ അതിവിപുലമായ ശേഖരവും ഇവിടെയുണ്ട്. ഏറ്റവും പുതിയ, ഏറ്റവും ഗുണമേന്മയുള്ള ഫാഷൻ വസ്ത്രങ്ങൾ ഏറ്റവും മിതമായ വിലയിൽ ആരുടെയും ബഡ്ജറ്റിനൊതുങ്ങുന്ന വിലയിൽ ലഭിക്കും. കൂടാതെ 500ഓളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവുമാണ് കാഞ്ഞങ്ങാട് സെഞ്ചുറിയുടെ ഹൈലൈറ്റ് എന്ന് പാർട്ട്ണർമാരായ P അഷ്റഫ് ഹാജി, P സിദ്ദിഖ്, P ഇബ്രാഹിം, P അബ്ദുൾ നാസർ, P ഫസൽ, P അബ്ദുൾ റഷീദ്, KT സലാം, P റാഷിഖ്, P മുഹമ്മദ് ഷൈലാജ്, P ഫറാസ് മുഹമ്മദ്, P ഷാഹിഫ്, അബ്ദുൾ ഹമീദ്, സിനാസ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പളയിലെ ടോൾ പ്ലാസ സമരം നിലപാട് വ്യക്തമാക്കി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കേബിൾ TV ഓപ്പറേറ്റർമാരുമായി നടത്തിയ സൗഹൃദ സംഭാഷണത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ പ്രതികരണം. ദേശീയപാതയിൽ കാഞ്ഞങ്ങാട് സൗത്തിൽ അശാസ്ത്രീയമായ ഓവുചാൽ നിർമ്മാണം പ്രതിഷേധവുമായി പ്രദേശവാസികൾ. സ്ഥലത്ത് ഉയരം കൂടിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അടിപ്പാതയിൽ ഉരസുന്നതും ആശങ്ക ഉയർത്തുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഫുട്ബോൾ മത്സരം COA ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ VV ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ CCN ഉദുമ 1ാം സ്ഥാനവും COA കാഞ്ഞങ്ങാട് മേഖല 2ാം സ്ഥാനവും നേടി.
തൊഴിലുറപ്പ് പദ്ധതി തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് കേരള മഹിളാ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. NREG AITUC ജില്ലാ സെക്രട്ടറി വി രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയോടുള്ള റെയിൽവേ അവഗണന എന്ന ആരോപണം. ഡിവൈഎഫ്ഐ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ് ലോഡ് ജനറൽ മസ്ദൂർ സംഘ് ജില്ലാ കമ്മിറ്റി ചുമട്ടുതൊഴിലാളി ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയമുറ്റത്ത് മധുര വിപ്ലവം കുടുംബശ്രീ സ്കൂൾ ബാലസഭയ്ക്ക് ബേത്തൂർപ്പാറയിൽ ഉജ്ജ്വല തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.